കടലാണ് കഥകളെ നാടുകൾ കാണിച്ചത്. നാവികർ ചരക്കുകൾക്കൊപ്പം കഥകളുടെ ഭാണ്ഡവും തങ്ങളുടെ കപ്പലിൽ കരുതി. ഇറങ്ങുന്നിടത്ത് അവർ ആ ഭാണ്ഡത്തിന്റെ കെട്ടഴിക്കും. അവരുടെ കഥകൾ ആ നാടിന്റെ പുരാവൃത്തത്തിന്റെ ഭാഗമാകും. 16-ാം വയസ്സിൽ ഒരു കാർഗോ ഷിപ്പിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ അലഞ്ഞപ്പോൾ എന്തെങ്കിലും താൻ ഒരു കഥ പറച്ചിലുകാരനാകുമെന്ന് അയാൾ വിചാരിച്ചു കാണില്ല. വ്യത്യസ്തരായ മനുഷ്യരും സംസ്കാരങ്ങളും ഏകാന്തമായ ജലപ്പരപ്പും അയാളിൽ എന്തോ അടയാളം അവശേഷിപ്പിച്ചിരിക്കണം. 21-ാം നൂറ്റാണ്ടിൽ അയാളുടെ നേതൃത്വത്തിൽ മെക്സിക്കോയിൽ നടന്ന വിപ്ലവം അതിന്റെ തെളിവാണ്. കഥകളുടെ വിപ്ലവം, കഥ പറച്ചിലിന്റെ സമരം. സിനിമ അയാളുടെ ചുമലിൽ താങ്ങി നിവർന്നു നിന്നു. ലോക സിനിമയിൽ കൊടുങ്കാറ്റുയർത്തിയ ശലഭത്തിന്റെ ചിറകടി. അലഹാൻദ്രോ ഗോൺസാലസ് ഇനാരിത്തു ആയിരുന്നു ആ മെക്സിക്കൻ പോരാളി. സിനിമാ ചരിത്രത്തിൽ തുടർച്ചയായി 2 വട്ടം മികച്ച സംവിധായകനുള്ള ഓസ്കാർ നേടുന്ന 3ാമത്തെ വ്യക്തിയാണ് അലഹാൻദ്രോ ഗോൺസാലസ് ഇനാരിത്തു. ജോൺ ഫോർഡ്, ജോസഫ് എൽ മാൻകിവിക്സ് എന്നിവരാണ് പൂർവികർ. ലോക സിനിമ അത്ഭുതത്തോടെ ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ഈ സംവിധായകന്റെ ജനനം മെക്സിക്കോ സിറ്റിയിലാണ്. അച്ഛൻ ഹെക്ടർ ഗോൺസാലസ് ഗാമ സമ്പന്നനായ ഒരു ബാങ്കർ, അമ്മ മരിയ ഇനാരിത്തു. മെക്സിക്കോ കഥകളാൽ സമ്പന്നമാണ്. മിത്തും ചരിത്രവും ആചാരങ്ങളും അവരുടെ ദൈനംദിന ജീവിതത്തിൽ നിരന്തരം ഇടപെടുന്നു. അത് ഇനാരിത്തു എന്ന സംവിധായകനെ സ്വാധീനിച്ചിട്ടുണ്ട്. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ പറഞ്ഞ കപ്പൽ യാത്ര ഇനാരിത്തുവിന്റെ ജീവിതത്തിൽ നടക്കുന്നത് 16-ാം വയസ്സിലാണ്. സ്കൂളിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെയാണ് ഈ സാഹസിക യാത്ര. അയാൾ 2 തവണ ഇങ്ങനെ നാട് വിടുന്നുണ്ട്. 16-ാം വയസ്സിൽ ഒരു മുതിർന്ന സ്ത്രീക്കൊപ്പമായിരുന്നു ഒളിച്ചോട്ടം. അമേരിക്കയും ബാഴ്സലോണയും സിസിലിയും ഒക്കെ കാണുന്നത് ഈ യാത്രയിലാണ്. എന്നാൽ അച്ഛൻ ഈ ബന്ധം വേർപെടുത്തി. 2ാം യാത്രയിൽ സുഹൃത്ത് ജെയിംസ് ആൻഡ് ബെർണാണ്ടി ആയിരുന്നു ഒപ്പമുണ്ടായിരുന്നത്. ഇക്കാലമായപ്പോഴേക്കും ഇനാരിത്തുവിന്റെ അച്ഛൻ കടക്കണിയിൽപ്പെട്ടിരുന്നു. ബാങ്കറായിരുന്ന ആൾ ഒരു പഴക്കച്ചവടക്കാരനായി. അച്ഛൻ പോക്കറ്റ് മണിയായി തന്ന $1000 മകൻ നാട് വിടുന്നത്. അയാൾ ഇത്തവണ എത്തിപ്പെട്ടത് മുന്തിരിത്തോട്ടങ്ങൾ നിറഞ്ഞ ലാ ടൊറെ ഡി എസ്തബാൻ എന്ന ഒരു സ്പാനിഷ് ഗ്രാമത്തിലാണ്. വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേൽക്കും. അപ്പോഴേക്കും മുന്തിരിത്തോട്ടത്തിലെ പണിക്കാരെ കൊണ്ടുപോകാനുള്ള ട്രാക്ടർ വന്നിട്ടുണ്ടാകും. ഫ്രാൻസിൽ വെച്ച് ഈ പണി ചെയ്തിട്ടുണ്ടെന്ന് കള്ളം പറഞ്ഞിട്ടാണ് ഇനാരിത്തുവും സുഹൃത്തും ഈ ജോലി നേടിയത്. സ്പെയിനിലെ തോട്ടങ്ങളിലെ രീതികൾ സഹതൊഴിലാളികൾ അവർക്ക് വ്യക്തമായി വിശദീകരിച്ചു കൊടുത്തു. ഒരു ദിവസം ഏകദേശം 700 തവണയെങ്കിലും കുനിഞ്ഞു നിവരണം. ജിപ്സി പാട്ടുകളുടെ അകമ്പടിയിൽ മുന്തിരിത്തോട്ടത്തിൽ പകലന്തിയോളം പണി. രാത്രി ഗ്രാമത്തിലെ ഏക ബാറിലേക്ക് പോകും. അവിടെ കിട്ടുന്ന കരാഹിലോ എന്ന കോഫി ബേസ്ഡ് കോക്ടെയിൽ കുടിക്കും. അപ്പോൾ ശരീരവേദന ചെറുതായി ഒന്ന് കുറയും. രാത്രി ഉറക്കം ഒരു വൈൻ സെല്ലറിൽ ബാരലുകൾക്കിടയിൽ. ഈ യാത്രാനുഭവങ്ങളാണ് ഇനാരിത്തു എന്ന മനുഷ്യനെ പരുവപ്പെടുത്തിയത്. ഊരു ചുറ്റി തിരിച്ചെത്തിയ ഇനാരിത്തു ഇനി എന്ത് എന്ന് ചിന്തിച്ചു തുടങ്ങി. ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഷോ ബിസിനസ്സിനുള്ള താല്പര്യം വീണ്ടും തലപൊക്കി. കമ്മ്യൂണിക്കേഷൻ പഠിക്കാൻ ചേർന്നു. അതിനിടയിൽ WFM എന്ന മെക്സിക്കൻ റേഡിയോ സ്റ്റേഷനിൽ DJ ജോലിയും. 2 വർഷങ്ങൾക്ക് ശേഷം പഠനം ഉപേക്ഷിച്ച് മുഴുവൻ സമയ റേഡിയോ DJ ആയി മാറി. കാലക്രമേണ സ്റ്റേഷൻ തലവനും. WFMനെ ആ നാട്ടിലെ ജനപ്രിയ റേഡിയോ സ്റ്റേഷനായി മാറ്റുന്നത് ഇനാരിത്തുവാണ്. സംതൃപ്തി നൽകിയ കാലം, സിനിമകളെക്കാൾ സംഗീതത്തെ ഇഷ്ടപ്പെട്ട സമയം. 90കളിൽ 6ഓളം സിനിമകളിൽ ഇനാരിത്തു സൗണ്ട് ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഈ കാലത്ത് നാഷണൽ ഫിലിം ആർക്കൈവ്സിൽ കണ്ട വിഷ്വലുകൾ അവനിൽ തിളച്ചുമറിയാൻ തുടങ്ങി. വൈകാതെ അത് പുറത്തേക്കൊഴുകി. ഇതാണ് ഇസഡ് ഫിലിംസ് എന്ന സംരംഭം തുടങ്ങാൻ പ്രേരിപ്പിച്ചത്. ഇനാരിത്തു പരസ്യങ്ങളും ഹ്രസ്വചിത്രങ്ങളും സംവിധാനം ചെയ്തു. ഇതിനിടയിലാണ് ലോസ് ഏഞ്ചൽസിൽ പോയി പോളിഷ് വംശജനായ മെക്സിക്കൻ സംവിധായകൻ ലുഡ്വിഗ് മാർഗുൾസിൽ നിന്ന് നാടക സംവിധാനം പഠിക്കുന്നത്. 27-ാം വയസ്സിൽ മെക്സിക്കൻ ടെലിവിഷൻ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഡ്യൂസറായി. ചില ടെലിവിഷൻ ഷോകളുടെ എപ്പിസോഡുകൾ ഡയറക്റ്റ് ചെയ്തു. ഇനാരിത്തുവിന്റെ ജീവിതം മറ്റൊരു തിരിവിലേക്ക് കടന്നു. സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം ഉണ്ടാക്കിയ അനുരണനങ്ങൾ പശ്ചാത്തലമാക്കി ഒരുക്കിയ സിനിമയിൽ മെക്സിക്കൻ അനുഭവങ്ങൾ പകർത്തിയത് ഇനാരിത്തു ആയിരുന്നു. മീര നായർ, ഇമാമുറ, അമോസ് ഗിതായി എന്നിവരായിരുന്നു മറ്റ് സംവിധായകർ. പിന്നങ്ങോട്ട് സിനിമാ കാലം. 90കളുടെ അവസാനത്തിലാണ് അൽഫോൺസോ കൂറൻ, ഗില്ലർമോ ഡെൽ ടോറോ എന്നിവരെ ഇനാരിത്തു പരിചയപ്പെടുന്നത്. സിനിമാ ലോകത്ത് സ്വതന്ത്രമായ ചലച്ചിത്ര വിനിമയ ഭാഷയുള്ള 3 അമീഗോസ്. ഏതാണ്ട് ഇതേ സമയത്താണ് അധ്യാപകനും നോവലിസ്റ്റുമായ ഗില്ലർമോ അരിയാഗയുമായും ഇനാരിത്തു ബന്ധപ്പെടുന്നത്. ഈ പരിചയമാണ് പ്രശസ്തമായ മരണത്രയത്തിന് കാരണമായത്. പരിചയത്തിലായി അധികം വൈകാതെ തങ്ങളുടെ സിനിമാ അഭിരുചി സമാനമാണെന്ന് അരിയാഗോയും ഇനാരിത്തുവും മനസ്സിലാക്കുന്നു. അവർ ഒരുമിച്ച് ഒരു സിനിമ ചെയ്യാൻ പദ്ധതിയിട്ടു. മെക്സിക്കോ സിറ്റിയിലെ വൈവിധ്യവും നിറഞ്ഞ ജീവിതങ്ങളെപ്പറ്റി 7 ചെറുചിത്രങ്ങൾ സംവിധാനം ചെയ്യാനായിരുന്നു ഇനാരിത്തുവിന്റെ ആദ്യ പദ്ധതി. പിന്നീട് അത് 3 കഥകളിലേക്ക് ചുരുങ്ങി. 3 വർഷത്തിനിടയ്ക്ക് 36 തവണ തിരക്കഥ മാറ്റി എഴുതി. ഒടുവിൽ അതൊരു ഫീച്ചർ ഫിലിമിന്റെ ചട്ടക്കൂടിലേക്ക് എത്തി. സംവിധാനവും നിർമ്മാണവും ഇനാരിത്തു, സ്ക്രിപ്റ്റ് അരിയാഗ. അതാണ് 2000-ൽ ഇറങ്ങിയ അമറോസ് പെറോസ്. അമറോസ് പെറോസ് മരണത്രയത്തിലെ ആദ്യ ചിത്രം. പ്രണയം വന്യമാണെന്നും ആ വന്യതയിൽ അപരിചിതമായൊരു കൂറ് ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്നും എല്ലാവരുടെയും ജീവിതം പരസ്പര ബന്ധിതമാണെന്നും പറഞ്ഞു വെക്കുന്ന സിനിമ. നോൺ ലീനിയറായി എന്നാൽ പരസ്പരം കെട്ടുപിണഞ്ഞു കിടക്കുന്ന വിധം 3 കഥകളെ ഒരു സംഭവത്തിൽ ഇനാരിത്തു കെട്ടിയിടുന്നു. മെക്സിക്കോ സിറ്റിയുടെ പശ്ചാത്തലം ഇതുവരെ കാണാത്തൊരു ഭാവം ഈ കഥകൾക്ക് നൽകി. 3 വിഷ്വൽ ഐഡന്റിറ്റി ആയിട്ട് കൂടി ഈ 3 കഥകളും ഒത്തൊരുമിച്ച് നിന്നു. മെക്സിക്കോ സിറ്റിയിൽ നടക്കുന്ന ഒരു ഭീകരമായ കാർ അപകടത്തിൽ നിന്നാണ് കഥയുടെ ചുരുൾ നിവരുന്നത്. അത് പലരുടെ ജീവിതത്തിലേക്ക് ക്യാമറയെ നയിക്കുന്നു. മനുഷ്യനാണ് ഈ സിനിമയിലെ കേന്ദ്രബിന്ദു.
വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെ അവന്റെ പല ഭാവങ്ങൾ പകർത്തുകയായിരുന്നു ഇനാരത്തു. സിനിമയിലെ നായപ്പോര് മെക്സിക്കോയിലെ അരാജക ജീവിതത്തിന്റെ പ്രതീകം കൂടിയാണ്. ഇവിടെ നിന്നങ്ങോട്ട് ഈ കഥ പല മട്ടിൽ ഇനാരത്തു പറഞ്ഞു. 3 വ്യത്യസ്ത ഘട്ടങ്ങളായി ഇനാരത്തുവിന്റെ ഫിലിമോഗ്രഫിയെ നമുക്ക് വേർതിരിക്കാം. അമറോസ് പെറോസ്, 21 ഗ്രാംസ്, ബാബേൽ എന്നീ ചിത്രങ്ങൾ ഉൾപ്പെട്ട മരണത്രയമാണ് ആദ്യഘട്ടം. രണ്ടാം ഘട്ടത്തിൽ സ്വത്ത് പ്രതിസന്ധികളാണ് ഇനാരത്തുവിന്റെ വിഷയമായത്. സാങ്കേതികമായി കൂടി ഇനാരത്തു വളരുന്നത് ഈ ഭാഗത്ത് കാണാം. ബ്യൂട്ടിഫുൾ, ബേർഡ്മാൻ, ദ റവനന്റ് എന്നീ ചിത്രങ്ങൾ ഈ ഫേസിലാണ് സംഭവിച്ചത്. മൂന്നാം ഘട്ടത്തിൽ തന്നിലേക്ക് തന്നെ നോക്കുന്ന ഇനാരത്തുവിനെയാണ് കാണാൻ സാധിക്കുക. ബാർദോ, ഫോൾസ് ക്രോണിക്കിൾസ് ഓഫ് എ ഹാൻഡ്ഫുൾ ഓഫ് ട്രൂത്ത്സ് എന്ന സിനിമ അത്തരത്തിലൊന്നാണ്. ഓർമ്മകളിലൂടെയും ആത്മാവിഷ്കാരത്തിലൂടെയുമുള്ള സഞ്ചാരം. മാജിക്കൽ റിയലിസം പോരുകാള കണക്കിന് നമ്മുടെ ബോധ്യങ്ങളിലേക്ക് ഇടിച്ചു കയറിയ സിനിമയാണ് ബാർദോ. അമറോസ് പെറോസ് മുതൽ ബാബേൽ വരെയുള്ള ഇനാരത്തുവിന്റെ ചിത്രങ്ങൾ നേർരേഖയിൽ പോകുന്ന ഒരു ആഖ്യാനമല്ല പിന്തുടരുന്നത്. ഈ സിനിമകളിൽ ഇനാരത്തുവിൻ്റേത് ബഹുതല ആഖ്യാന രീതിയാണ്. ആകസ്മികത പലകുറി കഥയുടെ ഭാഗമാകുന്നു, പലപ്പോഴും കേന്ദ്രവും. ആഗോള മനുഷ്യ സമൂഹത്തോടാണ് ഈ കഥകൾ സംസാരിച്ചത്. ക്രമരഹിതമായ അവരുടെ ജീവിതമായിരുന്നു സംസാര വിഷയം. അതുകൊണ്ടുകൂടിയാണ് ബട്ടർഫ്ലൈ എഫക്റ്റ് ഈ സിനിമകളുടെ നറേറ്റീവ് സ്റ്റൈലിന്റെ ഭാഗമായത്. 21 ഗ്രാംസ് എന്ന സിനിമ എടുക്കാം. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അയാളിൽ നിന്ന് 21 ഗ്രാം നഷ്ടമാകുന്നു എന്നൊരു വിശ്വാസമുണ്ട്. അത് ആത്മാവിന്റെ ഭാരമാണെന്നാണ് ചിലർ പറയുന്നത്. എന്നാൽ സിനിമയിൽ 21 ഗ്രാമിനെ ഒരു മനുഷ്യന്റെ വിയോഗം സൃഷ്ടിക്കുന്ന ശൂന്യതയുമായാണ് ചേർത്ത് വെക്കുന്നത്. ഷോൺ പെൻ, നവോമി വാട്സ്, ബെൻസിയോ ഡെൽ ടോറോ എന്നീ അഭിനേതാക്കൾ സങ്കീർണമായി ഈ കഥയുടെ ആഴം കൂട്ടി. ഇവരിലൂടെയാണ് കഥ വികസിക്കുന്നത്. ബാബേലിലും ഈ ത്രിതല ആഖ്യാനം കാണാം. ബ്രാഡ് പിറ്റ്, കേറ്റ് ബ്ലാഞ്ചറ്റ്, റിങ്കോ കിക്കുച്ചി എന്നിവർ അഭിനയിച്ച ചിത്രം പല സമയത്ത് പല രാജ്യങ്ങളിലായാണ് നടക്കുന്നത്. തെക്കൻ മൊറോക്കോയിൽ അവധിക്കാലം ആഘോഷിക്കാനെത്തുന്ന അമേരിക്കൻ ദമ്പതികളിൽ നിന്ന് തുടങ്ങുന്ന കഥ ശലഭത്തിന്റെ ചിറകടിക്കൊത്ത് ടോക്കിയോ വരെ നീളുന്നു. 5 ദിവസങ്ങളിൽ 3 ഭൂഖണ്ഡങ്ങളിൽ നടക്കുന്ന കഥ. ലോകത്ത് പരസ്പര വിനിമയം ശിഥിലമാകുന്നതിനെ പറ്റിയാണ് ഇനാരത്തു ഈ സിനിമയിൽ സംസാരിച്ചത്. സിനിമ ഗോൾഡൻ ഗ്ലോബ് നേടിയപ്പോൾ ഇനാരത്തു മികച്ച സംവിധായകനുള്ള ഓസ്കാർ നോമിനേഷനിലും ഇടം പിടിച്ചു. പിന്നീട് നിരവധി ചെറു ഡോക്യുമെന്ററികൾ എടുത്ത ഇനാരത്തു കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് അടുത്ത ചിത്രവുമായി എത്തുന്നത്, ബ്യൂട്ടിഫുൾ. സ്പാനിഷ് ഭാഷയിലെടുത്ത ഈ സിനിമയിലും മരണം കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നു. 4 വർഷങ്ങൾക്ക് ശേഷം 2014 ഇനാരത്തു ഹോളിവുഡിനെ ഞെട്ടിച്ചു. ബാറ്റ്മാനായ മൈക്കിൾ കീറ്റനെ അയാൾ ബേർഡ്മാൻ ആക്കി. ടൈം സ്ക്വയറിലൂടെ അടിവസ്ത്രത്തിൽ ഓടിച്ചു. കട്ടുകൾ കാണാത്ത വിധം ഫ്രെയിമുകൾ തുന്നിച്ചേർത്തു. തന്റെ പ്രിയ ചീവോ ഇമാനുവൽ ലുബസ്കിയുമായി ചേർന്ന് തുടർച്ചയായി നീങ്ങുന്ന ഒരു കഥ എന്ന മായ സൃഷ്ടിച്ചു. ബേർഡ്മാൻ ഓർ ദി അൺഎക്സ്പെക്ടഡ് വിർച്യൂ ഓഫ് ഇഗ്നറൻസ് ഒരു ബ്ലാക്ക് കോമഡി ഡ്രാമയാണ്. കോമഡിയിൽ തൊട്ടാൽ പൊള്ളുമെന്ന് എല്ലാവരും ഇനാരത്തുവിന് മുന്നറിയിപ്പ് നൽകി. പക്ഷേ അയാൾക്ക് പൊള്ളിയില്ല. സൂപ്പർ ഹീറോ ഹാലൂസിനേഷനിൽ നടക്കുന്ന കീറ്റന്റെ കഥാപാത്രം അതുല്യമായ ഒരു ക്യാരക്ടർ സ്റ്റഡിയാണ്. അതുപോലെ ചീവോയുടെ ക്യാമറയും അതിങ്ങനെ ഫ്രെയിമിൽ നിന്ന് ഫ്രെയിമിലേക്ക് ഒഴുകി. ഈ സിനിമയിലൂടെയാണ് മികച്ച സംവിധായകനുള്ള ഓസ്കാർ ഇനാരത്തുവിന് ആദ്യമായി ലഭിക്കുന്നത്. ബേർഡ്മാൻ ഹാങ് ഓവർ മാറും മുൻപ് തന്നെ ദ റവനന്റ് വന്നു. ലിയോനാർഡോ ഡികാപ്രിയോ അവതരിപ്പിച്ച ഹ്യൂ ഗ്ലാസ് എന്ന കഥാപാത്രത്തിലൂടെ ഇനാരത്തു വീണ്ടും നമ്മളെ വിസ്മയിപ്പിച്ചു. 19ാം നൂറ്റാണ്ടിലെ അമേരിക്കൻ മിഡ്വെസ്റ്റിലെ ശൈത്യകാല മരുഭൂമിയിലേക്ക് ഇനാരത്തും ലുബസ്കിയും കാണികളെ കൊണ്ടിട്ടു. നമ്മൾ മരവിച്ചിരുന്നു. സിനിമാറ്റോഗ്രാഫിയും സൗണ്ട് ഡിസൈനിങ്ങിലും ഒരു മാസ്റ്റർ ക്ലാസ് അനുഭവമാണ് റവനന്റ്. ഒരേ സമയം പവിത്രവും വന്യവുമായ പ്രകൃതിയിലേക്ക് ലുബസ്കി നാച്ചുറൽ ലൈറ്റിന്റെ അകമ്പടിയോടെ വൈഡ് ലെൻസ് വെച്ചു. ആ കാഴ്ചയ്ക്ക് മാർട്ടിൻ ഹെർണാണ്ടസിന്റെ നേതൃത്വത്തിലുള്ള സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് റിയലിസ്റ്റിക് സ്പർശം നൽകി. സാങ്കേതിക തികവിനപ്പുറം അതിജീവനവും വിധിയുമായുള്ള സംഘർഷവും കൂടിയാണ് ഈ സിനിമ. 2ാം വട്ടവും മികച്ച സംവിധായകനായി അക്കാദമി ഇനാരത്തുവിനെ തിരഞ്ഞെടുത്തു. ഇനാരത്തുവിന്റെ അടുത്ത ചിത്രത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു സിനിമാ പ്രേമികൾ. ഇത്തവണ ഒരു സർപ്രൈസുമായിട്ടായിരുന്നു ഇനാരത്തുവിന്റെ വരവ്. ഒരു സർറിയൽ ഓട്ടോബയോഗ്രഫിക്കൽ ഡ്രാമ ബാർദോ. ഓർമ്മകൾക്കുള്ളിലൂടെയുള്ള സ്വപ്നാടനം, കരിയർ, ഫെയിം, വിമർശനം, കൾച്ചറൽ ഐഡന്റിറ്റി എന്നിവ സിനിമയിൽ ചർച്ചയായി. കാവ്യാത്മകമായിരുന്നു ആഖ്യാന ശൈലി. ഒരു ആർട്ടിസ്റ്റിന്റെ മനോവ്യഥകളിലൂടെയുള്ള യാത്ര. മെക്സിക്കോ വിട്ട് ഒരു കുടിയേറ്റക്കാരനായി അമേരിക്കയിൽ കഴിയുന്നതിന്റെ കുറ്റബോധം ഇനാരത്തുവിന്റെ ഈ സിനിമയിൽ പ്രകടമാണ്. വിദേശത്തെ വിജയങ്ങളുടെ വ്യർത്ഥതകളിലേക്ക് സംവിധായകൻ ഇറങ്ങിച്ചെന്നു. നെറ്റ്ഫ്ലിക്സിൽ റിലീസായ ചിത്രം പലതരത്തിലുള്ള വായനകൾക്കും വഴിവെച്ചു. സിനിമ കുറച്ചധികം ഹോളിവുഡ് ആയില്ലേ എന്നായിരുന്നു പല വിമർശനങ്ങളും. പഴയ ഇനാരത്തു പുതിയ ഇനാരത്തു എന്ന ആഖ്യാനമുണ്ടായി. ടോം ക്രൂസിനെ നായകനാക്കിയാണ് അടുത്ത ചിത്രം എന്ന് പ്രഖ്യാപിച്ചതോടെ ഈ വിമർശനത്തിന്റെ മൂർച്ച കൂടി. ജൂഡി എന്ന ഈ ചിത്രം സ്ഥിരം ടോം ക്രൂസ് പടമാകുമെന്നും ഇനാരത്തു ഒരു ഹോളിവുഡ് സംവിധായകനായി മാറിയെന്നും പല കോണുകളിൽ നിന്ന് പറച്ചിലുകൾ ഉണ്ടായി. ഒരു ചെറുചിരിയോടെ ഇനാരത്തു തന്നെ വിമർശകർക്ക് മറുപടി നൽകി. ഇത്തവണ ഒരു കോമഡിയാണ് വരുന്നത്, ഒരു ബ്രൂട്ടൽ വൈൽഡ് കോമഡി. ശലഭങ്ങൾ വീണ്ടും ചിറകടിച്ചു തുടങ്ങിയിരിക്കുന്നു. കൊടുങ്കാറ്റിനായി കാത്തിരിക്കാം.